പ്രിയങ്ക് ഖാർഗെ പോലുള്ള ദൃഢരായിട്ടുള്ള ഒരാഴ്ച ആർ എസ് എസിനെ ശിക്ഷപ്പെടുത്താൻ എന്ത് റൈറ്റ്സാണ്, എന്ത് അവകാശമാണ് ഉള്ളതെന്നോട് ബി ജെ പി എം പി ആയിട്ടുള്ള രമേശ് വിജാൻ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിവാദം സോഷ്യൽ മീഡിയയിൽ കടച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ ഈ ഒരു വിശദീകരണം? അതിനൊരു ബി ജെ പി എം പിയെ തന്നെ ഒരു ദൃഢരായിട്ടുള്ള ഒരാഴ്ച ആർ എസ് എസിനെ പറ്റി പാടിച്ചു. അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമായിട്ട് ആർ എസ് എസിന്റെ മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ കാണുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം മോഹൻ ഭഗവത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെ ഒരിക്കലും പ്രതികരിക്കുന്നു. പക്ഷേ ഇവിടെ രമേശ് അങ്ങനെ പ്രതികരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിനെ കുറിച്ച് പ്രിയങ്ക് ഖാർഗെ നടത്തിയ ഒരു പരാമർശമാണ്. ആ പരാമർശം എന്ന് പറയുന്നത് ആർ എസ് എസ് ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. രജിസ്റ്റേർഡ് സംഘടന അല്ലാത്ത ആർ എസ് എസിന് എങ്ങനെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. കാരണം നമ്മളുടെ ഒരു ഭരണഘടനാ സംവിധാനത്തിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സാധാരണ രീതിയിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിൽ അത് രജിസ്റ്റർ ചെയ്യുന്നത് പലപ്പോഴും ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയ്ക്ക് ഒക്കെയാണ്. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, പല ആളുകളൊക്കെ പ്രവർത്തിക്കുന്നു. ഇവിടെ ആർ എസ് എസിന് അങ്ങനത്തെ ഒരു രജിസ്ട്രേഷൻ ഇല്ല. ആർ എസ് എസിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം ആർ എസ് എസിന് ആരെയും കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല, ഓഡിറ്റിംഗ് ഇല്ല, ഓഡിറ്റിംഗിന്റെ ആവശ്യം. ആരുടെ ഒന്നും ഇവർ പണം വാങ്ങിക്കുന്നു. അവര് ഒരുപാട് പരിപാടികൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നതായിട്ടുള്ള പരിപാടികളൊക്കെ അവർ നടത്തും. പക്ഷെ അവര് കണക്ക് കാണിക്കേണ്ട ആവശ്യമായിരിക്കില്ല. രജിസ്റ്റേർഡ് സംഘടന ആയിരുന്നെങ്കിൽ അവർക്ക് കണക്ക് കാണിക്കണമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒരു പരിപാടി ചോദിച്ചുമ്പോൾ കൊടുത്തത് ആ ഒരു പരിപാടിയില്ല. അത് 2000 ആർ എസ് എസിന്റെ ഒരു പരിപാടിയാണ്. പക്ഷെ ആർ എസ് എസ് ആണ് നടത്തുന്നതുള്ള രീതിയിലെല്ലാം നടത്തുന്നു. അത് ആർ എസ് എസിന് പല പരിപാടികളുണ്ട്, പല പോഷക സംഘടനകളുണ്ട്, അവരൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ പ്രത്യേക സംഘടനാ സംവിധാനത്തിന്റെ ഗുണം കൊണ്ടാണ് അതിന് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നു, രജിസ്റ്റേർഡായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ പോലെ പ്രവർത്തിക്കാൻ പറ്റും. അത് ആർ എസ് എസിന്റെ ഒരു മികവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ പല രജിസ്റ്റേർഡ് സംഘടനകൾ പല അന്തർസംഘർഷങ്ങൾ പെടുകയും അതിന്റെ ഫലമായിട്ട് അത് പൊളിഞ്ഞ് പാളീസായി തീരുകയും ചെയ്യുന്ന കാഴ്ചയുണ്ട്. അതുപോലെ ഉള്ള ഒരു പ്രശ്നം ആർ എസ് എസിനെ ബാധിക്കുന്നില്ല എന്നുള്ള. ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് ഒരു ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, അതിന്റെ ചട്ടക്കൂടുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു ഓഡിറ്റും നടത്തേണ്ടതില്ല, ഒരു ഓഡിറ്റിന് വിധേയമാകേണ്ടതില്ല. അതാണ് രജിസ്ട്രേഷൻ ഇല്ലാത്തതിന്റെ വലിയ സവിശേഷത എന്ന് പറയുന്നത്. സംഭാവന കൊടുക്കാൻ പറ്റും, സംഭാവന വാങ്ങിക്കാൻ പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. പണമിടപാടുകൾ സാധ്യമാണ്. പണമിടപാടുകൾ പ്രശ്നം നടത്തും അവര്. അത് ഇതിന്റെ പേരിലല്ല, വേറെ ഏതെങ്കിലും സംഘടനയുടെ പേരിൽ ആ സംഘടന അതിന്റെ ഓഡിറ്റൊക്കെ ഹാജരായി. ആർ എസ് എസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും. മെമ്പർഷിപ്പും ഇല്ലെന്ന് എനിക്ക് അതെ, ഒന്നുമില്ലല്ലോ. പക്ഷെ അതിൽ അംഗമായി ചേരുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് അതിന്റെ നിയമാവലിക്ക് അനുസരിച്ച് പ്രവർത്തിക്കും, അതിന്റെ ചട്ടക്കൂടിനനുസരിച്ച് പ്രവർത്തിക്കും. ഇല്ലാത്തവർ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താമലയും പുറത്താക്കും. ഇതിലിപ്പം പ്രിയങ്ക ഖാർഗെ ചോദിക്കുന്ന ഒരു കാര്യം, ബി ജെ പി എം പിക്ക് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു വനവാസി സംഭവിച്ചിരുന്നൊരു ആളാണ്, രാജ്യത്തിന്റെ പ്രഥമ പൗര എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാഷ് പറഞ്ഞ പോലെ ബി ജെ പി നേതാവ് എം പി ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. Is this a statement of frustration from a military leader who nations cannot gain entry into the sanction of the RK? This is a warning to Dalit not to associate with an organization that believes in hierarchy and social order. ഇതാണ് പ്രിയങ്ക ഖാർഗെ കൊടുത്തത്. അതെ, അത് ശരിയാണ്. കാരണം വെച്ചാൽ ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ ആർ എസ് എസ് ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സോഷ്യൽ ഹൈറാർക്കിയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം രമേശിന്റെ ഭാഗത്ത് വന്നത് എന്തായിരുന്നു, ദളിതന് എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അങ്ങനെ ചോദിക്കാൻ മതി. അങ്ങനെ ചോദിച്ചത് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ ചോദിച്ചത് ആർ എസ് എസിന്റെ ഏതെങ്കിലും നേതാവ് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
ഈ എം പി അദ്ദേഹത്തിന്റെ അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവന വഴി RSSന് നാണക്കേടുണ്ടാക്കിയെന്ന് മാത്രം പറയാനായിട്ട് കഴിയും. അതിനപ്പുറത്തൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദളിതനല്ലേ, നിങ്ങൾക്ക് എന്ത് കാര്യം RSSനെ കുറിച്ച് സംസാരിക്കാം എന്ന് ചോദിക്കുന്നത് അഹങ്കാരമാണ്, വിഡ്ഢിത്തരമാണ്, തോന്നിയാസമാണ്. അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല RSS പൊതുവെ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്താണ്? ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ അധസ്ഥിതരായിട്ടുള്ള വിഭാഗത്തെയും ഉണർത്തുന്നതിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നാല്. അവര് ഈ വനവാസി സംഘടനകളൊക്കെ അവരുടെ ശക്തമാണ്. ആദിവാസികളുടെ ഇടയിൽ അവർക്ക് ശക്തമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. അതിലൊക്കെ ശക്തി പകരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്ന നിലയ്ക്ക് ആദരിക്കപ്പെടുന്നതായിട്ടുള്ള രാഷ്ട്രപതി അവർ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? ദ്രൗപദി മുർമു എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആദിവാസിയാണ്, ദളിതയാണ്. അപ്പോൾ ഈ ദളിതരുടെ ഒരു പ്രതിനിധാനം എന്ന നിലക്കാണ് അവരതിനെ കൊണ്ടുവരികയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. കാരണം നമുക്കറിയാം, ഈ രാഷ്ട്രപതികളെയൊക്കെ മിക്കവാറും തന്നെ ഭരണകൂടം സ്റ്റാമ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, റബ്ബർ സ്റ്റാമ്പുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പവർ ഹോൾഡർ എന്ന് പറഞ്ഞ ആരെയും ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന പവർ ഹൗസ് അവിടെ ഇരിക്കുമ്പോൾ അതിന്റെ മുകളിലല്ല രാഷ്ട്രപതി എന്ന് അവർക്കറിയാം. പറയുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്, ഏറ്റവും കൂടുതൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ നമുക്കറിയാം ആ രാഷ്ട്രപതിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ദളിതരെ കൊണ്ടുവന്നു, ഒരു ആദിവാസിയെ കൊണ്ടുവന്നു എന്നത് RSSന്റെയും BJPയുടെയും ഏറ്റവും വലിയ അഭിമാനാർഹമായ നേട്ടമായിരുന്നു അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുന്ന RSSൽ നിന്ന് നമ്മളുടെ MP നടത്തിയതുപോലെ പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടുന്ന ഉണ്ടാകാൻ പാടില്ല. ദയവാങ്ങി പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഈ RSSന്റെ ദുരൂഹതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ശ്രീലങ്കാർജിലേക്ക് രജിസ്ട്രേഷൻ ഇല്ല, മെമ്പർഷിപ്പ് ഇല്ല, ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു സംഘടനക്ക് സുതാര്യതയുണ്ട്, ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. ഭരണഘടന അതിന്റെ പറയുന്നത് രാജ്യത്ത് ഒരു സംഘടന പ്രവർത്തിക്കും പറയുന്നത് തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ വേണമല്ലോ. മറ്റ് സംഘടനകൾ അങ്ങനെയുള്ള പ്രവർത്തിക്കുന്നത് അതെന്തുകൊണ്ട് RSSന് ബാധകമല്ല എന്നുള്ളതാണ് ശ്രീലങ്കാർജി അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്നത്. മോഹൻ ഭാഗവത് അതിന്റെ നൽകുന്ന മറുപടി പറയുന്നത് ഹിന്ദുവിസം രജിസ്റ്റേഡാണ് എന്നാണ് നമ്മൾ അവരുടെ മനസ്സിലാക്കുന്നത്. ഹിന്ദുവിസം നൽകിയത് ഹിന്ദുവിസം രജിസ്റ്റേഡാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് RSS അങ്ങനെ പ്രവർത്തിക്കാനൊക്കെ തീരുമാനിച്ചത് ഇപ്പോഴല്ലല്ലോ, വളരെ നേരത്തെയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലൊന്നും ഈ രജിസ്ട്രേഷനെ കുറിച്ചും ഓഡിറ്റിങ്ങിനെ കുറിച്ചും അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് RSSനെ ഇന്ത്യയിൽ നിരോധിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹമാണ് RSSനെ നിരോധിക്കുന്നത്. ഗാന്ധിമതത്തിലുള്ള ഒരു പങ്കിനെ ചുറ്റിപ്പറ്റിയാണ് അത്തരത്തിലുള്ള ഒരു നിരോധനം അന്ന് വന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു സംഘടന നിരോധിക്കുന്നു. ആ സംഘടന പ്രവർത്തിക്കുന്ന സമയത്ത് ആ സംഘടനയുടെ പ്രവർത്തനം ഇന്ന രീതിയിലാണെന്ന് അന്ന് പോലും പരിശോധിച്ചിട്ടുള്ളതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അന്ന് പരിശോധിക്കപ്പെടാത്ത ഒരു വിഷയം ഇപ്പോൾ ഗൗരവമായിട്ടുള്ള രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും തോന്നും, എന്തേ രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ എന്താ കുഴപ്പമില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളായി. രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, പിന്നെ പണം പിരിക്കൽ, പണം പിരിച്ചതിന്റെ കണക്ക്, ഇതൊക്കെ നൂറുകണക്കിന് നൂലാമാരാണ്. ഇതൊന്നുമില്ല. അവർ ആത്മീയമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് ഒരു സംഘടനാ സംവിധാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് കഴിയുകയില്ല. കാരണം അത് രജിസ്റ്റേഡ് സംവിധാനമല്ലാത്തതിൻ്റെ അവർ ചെയ്യുന്ന എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനം ഇപ്പൊ ഗവൺമെന്റിന്റെ മുന്നിൽ വരുമ്പോൾ, ഗവൺമെന്റിന്റെ മുന്നിൽ വരുന്ന സമയത്ത് ഗവൺമെന്റ് നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതിനൊക്കെ വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാനായിട്ട് ഈ സംഭവം സഹായിച്ചേക്കാം. ശരിയാണ്. നിരവധിയായിട്ടുള്ള പോഷക സംഘടനകൾ അത് എത്രയാണ് അതിന്റെ കണക്ക് എന്ന് പല RSSകാർക്കും പോലും അറിയില്ല എന്നുള്ളതാണ്. അതറിയില്ല. കാരണം ആ കണക്ക് വേണമെങ്കിൽ ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടാവുന്നുണ്ട്. ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടാവണമെങ്കിൽ അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേമായി മാറേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല.
അവരൊക്കെ ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും അത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ കണക്ക്. കാരണം ഇത്തരം ആരിൽ നിന്നും പണം വാങ്ങുന്നില്ല, പണത്തിന് കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ട് നടന്നു പോവുകയും ചെയ്യും. ചിലപ്പോൾ ലക്ഷങ്ങൾ, കോടികൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പക്ഷേ നടത്തിയെങ്കിൽ പക്ഷെ എന്നിട്ടും ഈ 100 വർഷമായിട്ടും എന്താണ് അവരവരുടെ ലക്ഷ്യം അവർ ഈ രജിസ്ട്രേഷൻ ഇല്ല, മെമ്പർഷിപ്പ് ഇല്ല, കൃത്യമായിട്ട് ചട്ടക്കൂടൊന്നും ഇല്ലാണ്ട് അവരവരുടെ കാര്യം കൃത്യമായിട്ട് എന്താണ് ലക്ഷ്യപ്രാപ്തി എത്തുന്നത്. അത് ശരിക്കും പറഞ്ഞ അത്ഭുതമാണ്. ഇങ്ങനെയൊന്നും ഇല്ലാതിട്ട് എങ്ങനെയാണ് അത് എത്താൻ പറ്റുന്നത്? ഇങ്ങനെ ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് അത് എളുപ്പത്തിൽ നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രജിസ്ട്രേഷനും അധികാരമൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും അതിലെന്ത് ചെയ്യുന്നു, അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും അധികാര വടംവലിയും ആ അധികാരത്തിന്റെ ദുർവിനിയോഗമൊക്കെ വളരെ കൂടുതലായിട്ട് അതിനകത്തുണ്ടാകും. ഇത് അതിന് പകരമായിട്ട് അതൊരു ആത്മീയമായ സംഘടനാ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഹിന്ദുയിസം എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ സ്വയം സേവകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ സ്വയം അതിനകത്ത് അവരെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരുന്നവരാണ്. അതുകൊണ്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട് അത് പ്രവർത്തിക്കുന്നത്. അതിന് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ ആവശ്യമില്ല. കാരണം സ്വയം ഒരാൾ ഞാൻ RSS ആണ് എന്ന് തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും RSSന്റെ സംഘത്തിന്റെ സംഘപരിവാർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ചില നിയമാവലികൾ, ആ നിയമാവലികൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ശാഖകളും RSSന്റെ ശാഖ എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ്. അവിടെ ചെന്ന് അതിൽ അംഗമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അത് ഒരു പ്രതിജ്ഞ പോലെ എടുത്തിട്ടാണ് അവർ അതിൻ്റെ തുടങ്ങുന്നത്. അല്ലാണ്ട് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തിട്ടോ മെമ്പർഷിപ്പ് എടുത്തിട്ടോ അല്ല എന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തന സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു പിളർപ്പിനെ കുറിച്ചോ മറ്റും ഒരിക്കലും ചർച്ച 100 വർഷമായിട്ട് അതിന് പിളർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കഷ്ണങ്ങളായിട്ടാണ് പിളർന്നു അതുകൊണ്ട് 100-ാം വർഷം പൂർത്തിയായ സമയത്ത് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കിലാണ് എനിക്ക് ഓർമ്മ വരും. ലോകത്ത് ഇത്രമാത്രം വിജയിച്ച റഷ്യൻ സംഘടനയില്ല. അതിന്റെ കാരണം അതിന്റെ ആത്മീയ ബന്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലാക്കാം. എനിക്കത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആത്മീയ ബന്ധത്തിന്റെ പുറത്ത് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സംഘടന. ഇതിന്റെ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് അവർ വിശ്വസിക്കുകയും അവരനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പറയുന്നത് ഈ ദുരൂഹത തന്നെയാണ് RSS നിലനിർത്തുന്നതാണ്. അതാണ് അതിന്റെ ശക്തിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ദുരൂഹത എന്ന് അതിനെ പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ സെറ്റപ്പാണ്. അത് മറ്റേ ആളുകൾക്ക് ഒന്നും സ്വീകരിക്കാനായിട്ട് പറ്റുന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതിന്റെ സിംഗിൾ ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ് എന്നത്. അപ്പൊ അതിൽ ഭ്രാന്തമായ രീതിയിൽ ആത്മസമർപ്പണം നടത്തുന്ന ആളുകളാണ് അതിന്റെ പ്രവർത്തകർ. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നും ഈ RSSനുള്ള ആളുകൾക്ക് അത്ര വലിയ ബഹുമാനമൊന്നുമില്ല. കാരണം BJPക്ക് ഈ പറഞ്ഞ രജിസ്ട്രേഷനും എല്ലാ സംവിധാനവും അധികാര തർക്കവും തല്ലുവിഷവും ബഹളവും ഒക്കെ കൊണ്ട് പല ആൾക്കാരും അതിനകത്ത് അഴിവ് നടത്തുന്നവരൊക്കെയാണ്. ഇതൊന്നും RSSനകത്ത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതൊക്കെ ബാധിക്കാതിരിക്കാൻ കാരണം അതിന്റെ ഈ ആത്മീയ സ്വഭാവമാണ് എന്നാണ് ഞാൻ കണക്ക്.